വാർത്തയിലേക്ക് പോയാൽ ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞെരുങ്ങി KSRTC. പ്രിയദർശിനി സർവീസ് ഉൾപ്പെടെ 150 ഓർഡിനറി ബസ്സുകൾ ഓടിയില്ല. സ്പെയർ പാർട്സുകളുടെ ക്ഷാമം കാരണം പല ബസ്സുകളും അറ്റകുറ്റപ്പണിക്കായി ഇട്ടിരിക്കുകയാണ്. മാറ്റിയിടാൻ ടയർ പോലും ഇല്ലാതെയും ബസ്സുകൾ വർക്ക്ഷോപ്പിൽ കിടക്കുന്നു. സാന്ത്വന സാജു ചേരുന്നു. സാന്ത്വന, ഖജനാവ് കാലിയാണ്, KSRTC ഞെരുങ്ങുന്നു അല്ലേ? റോഷ്നി, വി.ഡി. സതീശൻ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിരുന്നു ഈ പ്രിയദർശിനി പദ്ധതി. നമ്മൾ കണ്ടതാണ് എത്രയധികം ആളുകൾ ആ ഒരു പദ്ധതി ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളത്. എന്തായാലും പ്രിയദർശിനി പദ്ധതി മാത്രമല്ല, KSRTC മൊത്തത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ള വിശദാംശങ്ങളാണ് റോഷ്നി എന്തായാലും ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന വിവരപ്രകാരം ഇന്ന് മാത്രം KSRTCയിൽ ഏതാണ്ട് 150ഓളം ഓർഡിനറി സർവീസുകൾ മുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ 100-ലധികം സർവീസുകൾ പ്രിയദർശിനി സർവീസുകളാണ് എന്നുള്ള കാര്യമാണ് റോഷ്നി നമുക്ക് ഇപ്പോൾ വ്യക്തമാകുകയും ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി സർവീസുകൾ മുടങ്ങാനുള്ള കാരണം ബസ്സുകളുടെ കുറവ് തന്നെയാണ്. പല ബസ്സുകളും KSRTCയിൽ വലിയ കുറവ്, ക്ഷാമം നേരിടുന്നുണ്ട് ബസ്സുകളുമായി ബന്ധപ്പെട്ട്. അത് മാത്രവുമല്ല, ഇനി ബസ് ഉണ്ടെങ്കിൽ തന്നെയും റോഷ്നി സൂചിപ്പിച്ചതുപോലെ അതിന്റെ ടയറുകൾക്കൊക്കെ തന്നെയും പല ബസ്സുകളുടെയും ടയർ തേഞ്ഞു തീർന്ന അവസ്ഥയാണ്. പുതിയ ടയർ വാങ്ങി ഇടാൻ പോലുമുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്നുള്ള കാര്യമാണ് എന്തായാലും മനസ്സിലാകുകയും ചെയ്യുന്നത്. പല ബസ്സുകളും ഈ ടയർ മാറ്റിയിടാൻ കഴിയാതെ സ്പെയർ പാർട്സുകളുടെ ക്ഷാമം മൂലം ഈ ഗോഡൌണുകളിലും മറ്റുമൊക്കെ കിടക്കുകയാണ്. ഇപ്പോൾ കൃത്യമായി സാമ്പത്തികം അതിനുവേണ്ടി